الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അവൻ്റെ അടിമകൾ എന്ന നിലക്ക്, അവനിലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവർ എന്ന നിലക്ക്, അതിശക്തമായ വിചാരണയ്ക്ക് നേരിടേണ്ടി വരുന്നവർ എന്ന നിലക്ക് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും മേഖലകളിലും നമ്മുടെ കഴിവിൽപ്പെട്ടിടത്തോളം പാലിച്ചും പുലർത്തിയും പരിഗണിച്ചും ഇരു ലോകത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനും കാരുണ്യത്തിനും അർഹരാവുന്ന മുത്തഖീങ്ങളായി, സൂക്ഷ്മാലുക്കളായി, ഭക്തരായി ജീവിക്കുവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് എന്നെയും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും വളരെ ശക്തമായ ഭാഷയിൽ ഞാൻ ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരായ നമ്മുടെ, സത്യവിശ്വാസികളായ ഓരോരുത്തരുടെയും ബാധ്യത ഏതൊരു സ്വർഗത്തിൽ നിന്നാണോ നമ്മുടെ പിതാവിനെ അല്ലാഹു ഇറക്കി വിട്ടത് അതേ സ്വർഗത്തിലേക്ക് തിരിച്ചെത്തുക എന്നതാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇറക്കി വിട്ട സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ കൂടെ മടങ്ങിയെത്തുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിറക്കിത്തന്ന ജീവിത മാർഗരേഖയാണ് ഖുർആൻ. അതിന് ഹുദ എന്ന് ഖുർആൻ പറയും, സന്മാർഗ ദർശനം, വഴി കാണിക്കുന്നത്, സ്വർഗത്തിലേക്കുള്ള വഴി കാണിക്കുന്നത്. ആ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ വഴിയിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഒരുപാട് ശത്രുക്കളെ നേരിടേണ്ടി വരും. ശത്രു എന്ന് പറയുന്നത് ലക്ഷ്യത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ചു കളയുന്നവക്കാണ് ശത്രു എന്ന് പറയുക. ഒരു വിദ്യാർത്ഥിയുടെ ശത്രു അവൻ്റെ പഠനത്തിൽ നിന്ന് അവൻ്റെ ശ്രദ്ധ തിരിച്ചുവിടുന്ന എല്ലാം അവൻ്റെ ശത്രുവാണ്. സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിൽ ഒരുപാട് ശത്രുക്കളെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും വലിയ ശത്രു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, പിശാചാൻ. അവനെപ്പറ്റി അല്ലാഹ് പറഞ്ഞത് ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ, പിശാച് നിങ്ങളുടെ ശത്രുവാണ്, അവനെ ശത്രുവായിട്ട് തന്നെ നിങ്ങൾ കാണണം. ഒന്ന്.
ആ പിശാചിനെ സംബന്ധിച്ച് നമ്മൾ ഏറെ ചിന്തിക്കാത്തൊരു കാര്യം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പിശാച് ശത്രുവാണ് എന്ന് നമുക്കറിയാം. പക്ഷേ പിശാചിൻ്റെ എക്സ്പീരിയൻസ്, ജനങ്ങളെ വഴിപിഴപ്പിച്ച വിഷയത്തിൽ അവൻ്റെ എക്സ്പീരിയൻസ്, അവൻ്റെ പരിചയം എത്ര വലുതാണ്. നമുക്കറിയാം, നമ്മളെ കുട്ടികൾ SSLC കഴിഞ്ഞു, +2 കഴിഞ്ഞു, നീറ്റ് എക്സാം എഴുതി, ബിടെക് എഞ്ചിനീയറിംഗ് കിട്ടി, പഠിച്ചു, പാസ്സായി. ഒരു 2 വർഷം ഏതെങ്കിലും സ്ഥലത്ത് ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വിദേശ രാജ്യത്ത് ഉന്നത ജോലി കിട്ടും. 2 കൊല്ലം മതി. എങ്കിൽ ഇബ്ലീസിന് മനുഷ്യനെ പറ്റിച്ചിട്ട് എത്ര നൂറ്റാണ്ട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് സൂറത്ത് യാസീൻ അല്ലാഹു നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ അഫലം തകൂനൂ തഅഖിലൂൻ. മോഡൽ എക്സാമും മെയിൻ എക്സാമും തമ്മിൽ വ്യത്യാസമുണ്ട്. മോഡൽ എക്സാമിന് ഒരുങ്ങുന്നത് പോലെയല്ല പ്രധാനപ്പെട്ട മെയിൻ എക്സാമിന് ഒരു വിദ്യാർത്ഥി ഒരുങ്ങുകയാണ്. ശത്രുവിന്റെ ശക്തി മനസ്സിലാക്കാതെ എതിരിടാൻ പോയാൽ പരാജയപ്പെടും. അതേപോലെ തന്നെ ഇബ്ലീസിന്റെ എക്സ്പീരിയൻസ് എത്രയാണ്. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ. എത്ര തലമുറകളെയാണ് അവൻ പറ്റിച്ച് നരകത്തിലെത്തിച്ചത്. ആ മുഴുവൻ എക്സ്പീരിയൻസുമായിട്ടാണ് നമ്മൾക്കിടയിൽ അവൻ ജീവിക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അഫലം തകൂനു തഅഖിലൂൻ. നിങ്ങൾ ഇബ്ലീസിന്റെ എക്സ്പീരിയൻസിനെ പറ്റി ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഖുർആൻ ചോദിച്ചത്. അവൻ മനുഷ്യനെ നരകത്തിലെത്തിക്കാൻ ഒരുപാട് വഴികൾ തൊടും. ഒന്ന് ശിർക്കാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന ശിർക ലദുൽമുൻ അളീം. ഏറ്റവും വലിയ ളുൽമ്, അക്രമം ശിർക്കാണ്. അതിലേക്ക് എങ്ങനെയൊക്കെ മനുഷ്യനെത്തിക്കാൻ കഴിയും അതെല്ലാം അവൻ ചെയ്യും. രണ്ടാമത്തത്, ഞാനിന്ന് ഈ വിഷയം പറയാൻ കാരണം, ഒരു വിശ്വാസി ഒരു ദിവസത്തെ എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് എന്നതിലേക്ക് വരുന്നതിനിടയ്ക്ക് ഒരു പുതിയ വിഷയം വന്നു. എന്താ വിഷയം? ഇത് റജബ് മാസമാണ്. യുദ്ധം ഹറാമാക്കിയ 4 മാസത്തിൽ ഒരു മാസമാണിത്. ആ മാസത്തിൽ ഒരുപാട് അനാചാരങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ കാണാം. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ആമുഖമായി ഇബ്ലീസ് രണ്ടാമതായി മനുഷ്യനെ നരകത്തിലെത്തിക്കാൻ ചെയ്യുന്ന പണി അവനെ കൊണ്ട് ബിദ്അത്ത് ചെയ്യിപ്പിക്കുക എന്നതാണ്. എന്താ ഈ ബിദ്അത്തിന്റെ അപകടം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇബ്ലീസിന് ലക്ഷക്കണക്കിന് അനുയായികളുണ്ട്. ജുനൂദ് ഇബ്ലീസ് എന്നാ ഖുർആൻ പറഞ്ഞു. ഇബ്ലീസിന്റെ സൈന്യം, അതിന്റെ ഹെഡ് മൂപ്പരാണ്. അവൻ എല്ലാ കമ്പനിയും പോലെ, എല്ലാ സ്ഥാപനവും ചെയ്യുന്നത് പോലെ എല്ലാ ദിവസവും രാവിലെ അവന്റെ സൈന്യത്തിന് മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കാറുണ്ട്. നമുക്കറിയാം, മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കറിയാം, മാർക്കറ്റ് ചെയ്യുക എന്നത് പ്രയാസമുള്ള സംഗതിയാണ്. അതിലെല്ലാ ദിവസവും അവർക്ക് മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടാവും. അതുപോലെ ഇബ്ലീസ് ജനങ്ങളെ പറ്റിച്ച് നരകത്തിലെത്തിക്കണം. അത് ചെറിയ സംഗതിയല്ല, അല്പം പ്രയാസമുള്ള സംഗതിയാണ്. അപ്പൊ അതില് മനം മടുക്കാതിരിക്കാൻ, ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ അവൻ അവന്റെ സൈന്യത്തിന് മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കാറുണ്ട് എല്ലാ ദിവസവും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇബ്ലീസ് തന്റെ സൈന്യത്തോട്, തന്റെ അനുയായികളോട് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ജനങ്ങളെ പറ്റിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടക്ക് ഒരായത്തിറങ്ങി. ആ ആയത്തിറങ്ങിയത് കേട്ട് ഇബ്ലീസ് പിണങ്ങിപ്പോയിന. എന്താ ആയത്ത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്താണ്. ആർക്ക്? വിശ്വാസികൾക്ക്. ഖുൽ നബിയെ പറയണം, യാ ഇബാദി, എൻ്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തെറ്റുകൾ സംഭവിച്ചു പോയ അടിമകളെ നിങ്ങൾ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, ഏത് പാപം അള്ള പൊറുക്കും എന്ന ആയത്തിറങ്ങിയപ്പോ ഇബ്ലീസ് പറഞ്ഞു അത്രേ, എന്നാ പിന്നെ ഞാൻ ഈ പണിക്ക് നിൽക്കണോ? നമ്മളെങ്ങനെങ്കിലും ഒരാളെ വശീകരിച്ച് ഹറാം ചെയ്ത് അവനെ ചെയ്യിപ്പിച്ച് അള്ള പൊറത്തു കൊടുക്കുകയാണെ പിന്നെ ഞാനെന്തിനായി പണിക്ക് നിൽക്കണത് എന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോയി. അല്പസമയം കഴിഞ്ഞപ്പോ
പൂർവാധികം സന്തോഷത്തോടെ ആത്മവീര്യത്തോടെ ഇബ്ലീസ് തിരിച്ചു വന്നു, ക്ലാസ് തുടർന്നു. എന്താ പറഞ്ഞതെന്നറിയോ? അള്ളാഹു ഏതായത്തിറക്കിയാലും അതിനെ മറികടക്കാനുള്ള വഴി ഞാൻ കണ്ടുപിടിക്കും. ഇവിടെ അള്ളാഹ് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്ത ആളുകൾ നിരാശപ്പെടണ്ട, ആത്മാർത്ഥമായി തൗബ ചെയ്താൽ ഏത് പാപം എത്ര വട്ടം ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹ് ഓർക്കും. അപ്പോ ഈ പാപം ചെയ്താലല്ലേ പ്രശ്നമുള്ളൂ? തൗബ ചെയ്യലാരാ? പാപം ചെയ്ത ആളുകളാ. ബിദ്അത്ത് ചെയ്താലോ ആരാ തൗബ ചെയ്യോ? ഇല്ല. കാരണം എന്താ? അയാളൊരു തെറ്റ് ചെയ്യാന്നുള്ള നിലക്കല്ലല്ലോ ഇത് ചെയ്യണത്. അയാളൊരു പുണ്യകർമ്മം ചെയ്യാന്നുള്ള നിലക്കാ ചെയ്യുന്നത്. അതിൽ ഒരിക്കലും അയാള് പശ്ചാത്തപിക്കൂല. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്ത് തെറ്റല്ല, പുണ്യകർമ്മ. എന്റെ വാപ്പ മരിച്ചു, ഞാൻ ഒരു വർഷം കഴിഞ്ഞ് ഒരു ആണ്ട് കഴിച്ചു, ബിദ്അത്താണ്. പക്ഷേ ഞാൻ എപ്പോഴെങ്കിലും ഞാൻ പ്രാർത്ഥിക്ക, പടച്ചോനെ ഞാൻ കഴിഞ്ഞ കൊല്ലം അറിയാതെ ഒരു ആണ്ട് കഴിച്ചു പോയി, ഈ പുറത്തു തരുന്നത് ഇല്ല. എന്താ കാരണം? ഞാനൊരു പുണ്യകർമ്മ ഞാൻ ചെയ്യുന്നത്. അപ്പൊ ബിദ്അത്തിന്റെ അപകടം എന്താണെന്നറിയോ? കള്ള് കുടിച്ചാൽ പശ്ചാത്തപിക്കും, വ്യഭിചരിച്ചാൽ പശ്ചാത്തപിക്കും, പലിശ വാങ്ങിയാൽ പശ്ചാത്തപിക്കും. എന്ത് തെറ്റ് ചെയ്താലും ഒരു ഘട്ടത്തിലല്ലേ മറ്റൊരു ഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പശ്ചാത്തപിക്കും. പക്ഷെ ബിദ്അത്ത് ചെയ്യുന്ന ഒരാള് ജീവിതത്തിൽ ഒരിക്കലും പശ്ചാത്തപിക്കൂല. അപ്പൊ എന്താവും? ഫകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. നേരെ നരകത്ത് കണ്ടു. അതാണ് ബിദ്അത്തിന്റെ അപകടം. അത് നമ്മളൊന്ന് ഇരുന്ന് പരിശോധിച്ചാൽ സമൂഹത്തിൽ സുന്നത്തിനോടുള്ളതിനേക്കാളും വാശി ബിദ്അത്തിനോടാണ്. വ്യാഴാഴ്ച നോമ്പുണ്ട്, ഒരു മനുഷ്യനും അത് അറിയലെന്നില്ല. തിങ്കളാഴ്ച നോമ്പ് സുന്നത്താണ്, ഒരു വാശിയുമില്ല, തർക്കമില്ല. ഈ മാസം ഒരു നോമ്പ് വരാണ്ട് 27 ഭയങ്കര വാശിയായിരിക്കും. എന്തിനാ അറിയോ? എല്ലാരെ കൊണ്ടും ഇബ്ലീസ് അത് നോൽപ്പിക്കും. കാരണം എന്താ? നോമ്പ് നോറ്റ് നരകത്ത് പോകും, നോമ്പ് നോറ്റ് നരകത്ത് പോകും. എന്താ കാര്യം? ബിദ്അത്താണ്. അപ്പൊ ബിദ്അത്ത് ചെയ്യിപ്പിക്കുക എന്നതാണ് അതിന്റെ അപകടാവസ്ഥ. ഒരാൾ അല്ലാഹ് വിരോധിച്ചൊരു സംഗതി ചെയ്യുമ്പോ അയാൾക്ക് എപ്പോഴെങ്കിലും ഒന്ന് പശ്ചാത്തപിക്കാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. കാരണം അത് എപ്പോഴെങ്കിലും ഏതെങ്കിലും പ്രായത്തിൽ അയാൾക്ക് പശ്ചാത്താപം വന്നിട്ട് അയാൾ എന്ത് ചെയ്യും? പശ്ചാത്തപിക്കും. അതുകൊണ്ട് ബിദ്അത്ത് ചെയ്യിപ്പിക്കുന്നതിലാണ് ഇബ്ലീസിന് താല്പര്യം. കാരണം അത് ചെയ്യുന്ന ആള് ഒരിക്കലും പശ്ചാത്തപിക്കുകയില്ല. ഇങ്ങനൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി വന്ന് പശ്ചാത്തപിക്കുക എന്നല്ലാതെ സ്വാഭാവികമായി അത് ചെയ്തുകൊണ്ട് ഇങ്ങനെ ജീവിച്ച് മരിച്ചു പോയ ഒരാള് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ജീവിതത്തിൽ ഇന്ന ബിദ്അത്തുകൾ ചെയ്തു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പശ്ചാത്തപിക്കൂല. കാരണം അയാൾ അത് ചെയ്യുന്നത് പുണ്യകർമ്മം എന്ന നിലക്കാണ്. അത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ് റജബ്. കാരണം ഏതോ ചില തെറ്റിദ്ധാരണ കൊണ്ട് ഇസ്രാ മിഅ്റാജ് ഉണ്ടായത് റജബിലാണ് എന്നൊരു വിശ്വാസം. അതൊരു വിശ്വാസം മാത്രാട്ടോ. 5 മാസത്തിന്റെ പേര് ഖുർആനിൽ കാണാം. അതിലൊരു മാസത്തിന്റെ പേര് മാത്രം റജബ്. ദുൽഖഅദയിലാണ് എന്ന് ചില ചരിത്രം പറയുന്നു. അതേപോലെ തന്നെ പിന്നെ റബീഉൽ അവ്വലാണ് സംഭവിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാം. റജബിലാണെന്നൊരു അഭിപ്രായമുണ്ട്, ശവ്വാലാണ് അഭിപ്രായമുണ്ട്, റമദാനിലാണെന്നുണ്ട്. അതെന്തേ ഇങ്ങനെ ഒരു സംഭവം, ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ട് അത് കൃത്യമായിട്ട് ഇന്ന മാസത്തിലാണ് നടന്നതെന്ന് രേഖപ്പെടുത്താതെ പോയത്? ആ മാസത്തിന് മറ്റൊരു പ്രത്യേകത ഇല്ലാത്തതുകൊണ്ടാണ്. ആ മാസത്തിൽ നമ്മൾ ഇസ്രാ മിഅ്റാജിന്റെ പേരിൽ വല്ലതും ചെയ്യേണ്ടിണ്ടെങ്കിലല്ലേ അതിന്റെ ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കേണ്ടതുള്ളൂ. ഏതുപോലെ? ജന്മദിനം പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലാണ് എന്നത് 6 ഒരു അഭിപ്രായം മാത്രമാണ്. അതെന്തേ? ജനിച്ച ഡേറ്റ് ഇത്ര കൃത്യമായി രേഖപ്പെടുത്താതെ പോയി? ജനന ദിവസത്തിനോ മരണ ദിവസത്തിനോ പ്രത്യേകിച്ച് ഇസ്ലാമിൽ യാതൊരു പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് വ്യത്യസ്ത മാസത്തിലാണ്, കൊല്ലത്തിനും വ്യത്യാസമുണ്ട്, അഭിപ്രായമുണ്ട് ഏത് വർഷ സംഭവിച്ചു എന്നുള്ളത്. കൂടുതൽ ആളുകളും പറയണു അബൂ താലിബും ഖദീജ റളിയല്ലാഹു അൻഹയും വഫാത്തായ വർഷമാണ് അത് സംഭവിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് പാടുണ്ട് എന്നല്ലാതെ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചൊരു നമസ്കാരമോ പ്രത്യേകിച്ചൊരു നോമ്പോ പ്രത്യേകിച്ചൊരു മധുരപലഹാരം വിതരണം ചെയ്യലോ ഒന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അത്തരം ചില ബിദ്അത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രാ മിഅ്റാജ് യാത്രയിൽ 5 നേരത്തെ നമസ്കാരം അല്ലാഹു നിർബന്ധമാക്കുകയും അത്
50 വക്ത് നിർബന്ധമാക്കുകയും അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇടപെടലിലൂടെ 5 ചുരുക്കുകയും ചെയ്തു. നമുക്കറിയാം. അത് ദുർവ്യാഖ്യാനം ചെയ്ത് മരിച്ചുപോയ മനുഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ തെളിവന്വേഷിക്കുന്നവർ നമ്മുടെ സമുദായത്തിലുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ഒരു പ്രവാചകനെ അള്ളാഹു ഈ ലോകത്തേക്ക് നിയോഗിക്കുമ്പോൾ അയാൾക്ക് അദ്ദേഹത്തിന്റെ പ്രവാചകത്വം തെളിയിക്കുവാൻ അയാൾക്ക് അള്ളാഹു ചില അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. അതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയാം. എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും എന്താ കൊടുത്തത് നമ്മൾക്ക് അറിയില്ലാന്നേ ഉള്ളൂ. എല്ലാ പ്രവാചകന്മാർക്കും പ്രവാചകത്വം കൊടുത്തണോ മുഴുവത്തും കൊടുക്കും. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തത് മറ്റേ കപ്പൽ നിർമ്മാണമായിരുന്നു. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തത് അവരാവശ്യപ്പെട്ട പ്രകാരം അവർ ചൂണ്ടിക്കാണിച്ച ഒരു പാറ പൊട്ടി അതിൽ നിന്നൊരു ഒട്ടകം വരലായിരുന്നു. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്തത് നമുക്കറിയാം. മൂസാ നബി അലൈഹി സ്വലാത്തു കൊടുത്തത് നമുക്കറിയാം. ഇതൊക്കെ എന്തിനാ കൊടുക്കുന്നത്? പ്രവാചകത്വം തെളിയിക്കുവാൻ. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ മനസ്സിലാക്കിയത് ഖുർആൻ മാത്രമല്ല, പ്രവാചകന്റെ കൈകളിലൂടെ പ്രത്യക്ഷപ്പെട്ട അത്ഭുത ദൃഷ്ടാന്തം. ഖുർആൻ എന്നെന്നും നിലനിൽക്കുന്നത് ഖുർആനാണ്. 33ഓളം അത്ഭുതങ്ങൾ പ്രവാചകന്റെ കൈകളിലൂടെ പല സന്ദർഭത്തിൽ പല രൂപത്തിൽ പ്രകടമായിട്ടുണ്ട്. അത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. മുഅ്ജിസാത്തുർ റസൂൽ, പ്രവാചകന്റെ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ എന്ന പേരിൽ പണ്ഡിതന്മാർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഖുത്ബ പറയുമ്പോൾ ഒരു വടി പിടിച്ചാണ് ഖുത്ബ പറയാ. കാരണം പള്ളിയിലേക്ക് 4 ഭാഗത്തും പ്രവേശനമുണ്ട്. കാരണം ഇന്നത്തെ പള്ളിയല്ല. ഈത്തപ്പന ഓല എടുത്തിട്ട് കുറെ കാലിങ്ങനെ കുഴിച്ചിട്ട് അതിന്റെ ഈത്തപ്പന ഓല ഇട്ടെന്നല്ലാതെ ഏത് ഭാഗത്തോടെയും പള്ളിക്ക് കയറി വരാം. അപ്പൊ ഇമാമ എവിടെ നിൽക്കുന്നത് എന്ന് മനസ്സിലാവൂല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കുമ്പോൾ ഒരു വടി പിടിക്കും. പിന്നീട് സ്വഹാബികളിൽ ആരോ മിമ്പർ ഉണ്ടാക്കിയാ പിന്നെ ഈ വടിന്റെ ആവശ്യമല്ലല്ലോ. ആ വടി പള്ളിയുടെ പുറത്തേക്ക് എറിഞ്ഞു. ആ വടി ഒരു കൊച്ചു കുട്ടി കരയുന്നത് പോലെ കരഞ്ഞു. അത് ആ പള്ളിയിലുള്ള മുഴുവൻ ആളുകൾ കേൾക്കും ചെയ്തു, കാണും ചെയ്തു. വടി കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിപ്പോയി ആ വടിയെ തടവി. അതോടുകൂടി കരച്ചിൽ നിന്നു. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഇറങ്ങി അത് തടവിയിട്ടില്ലായിരുന്നെങ്കിൽ ലോകാവസാനം വരെ അത് കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇതൊരു മുഅ്ജിസത്താണ്. അത് കണ്ടോല് കണ്ടു, ഇപ്പൊ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലിന്റെ ഇടയിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട്. അതേ പ്രവാചകൻ തന്നെ വെള്ളം കിട്ടാതെ തയമ്മും ചെയ്തിട്ടുണ്ട്. ബദറിന്റെ തലേന്ന് രാത്രി ഇന്ന ശത്രുക്കളൊക്കെ ഇവിടെ വീണ് മരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അല്ലാഹു പറഞ്ഞു കൊടുത്തതാണ്. ആ സന്ദർഭത്തിൽ അങ്ങനെ ഒരുപാട് മുഅ്ജിസത്തുകൾ. ആ കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ ഒരു സൂറത്തിന്റെ പേരായി സ്വീകരിച്ച മുഅ്ജിസത്താണ് ഇസ്രാ. ഇസ്രാ എന്ന വാക്കിന്റെ അർത്ഥം രാപ്രയാണം എന്നാണ്. ഹറമിൽ നിന്ന് എന്നാണ് ഹദീസിലുള്ളത്. ചില ഹദീസിൽ ഉമ്മുഹാൻ അള്ളാഹുവിന്റെ വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ എന്നും കാണാം. ഏതായിരുന്നാലും ശരി, ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ യാത്രാ സൗകര്യം വെച്ച് 1 മാസം അങ്ങോട്ടും 1 മാസം ഇങ്ങോട്ടും വഴിദൂരമുള്ള ബൈത്തുൽ മുഖദ്ദിസിലേക്ക് ബുറാഖ് എന്ന വാഹനത്തിന്മേൽ ഈ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ രാപ്രയാണം നടത്തി. അതാണ് ഇസ്രാ. വളരെ ചുരുക്കി പറഞ്ഞാൽ അവിടെ ചെന്നപ്പോ 1,24,000-ൽ പരം അംബിയ മുർസലീങ്ങൾ ബൈത്തുൽ മുഖദ്ദിസിൽ ഉണ്ടായിരുന്നു. അവർക്ക് ഇമാമായി നമ്മുടെ നേതാവ് നമസ്കരിച്ചു. എന്തിനാ അള്ളാഹ് കാണിച്ചു കൊടുത്തത്? അള്ളാഹ് കാണിച്ചു കൊടുത്തത് എങ്ങനെ മരിച്ചവർ അള്ളാഹു ജീവിപ്പിക്കുമെന്ന് കാണിച്ചു കൊടുക്കാൻ. ലക്ഷക്കണക്കിന് മരിച്ചുപോയ പ്രവാചകന്മാർ ബൈത്തുൽ മുഖദ്ദിസിൽ വന്നു. പ്രവാചകൻ അദ്ദേഹത്തിന് അവർക്ക് ഇമാമായി നമസ്കരിച്ചു. ഇതേത് വർഷം ഉണ്ടായത്? ഞാൻ പറഞ്ഞല്ലോ, അബൂ താലിബിന്റെ മരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുസ്ലിം അല്ലെങ്കിലും 42 കൊല്ലക്കാലം ഒരു മതിൽക്കെട്ട് പോലെ പ്രവാചകനെ സംരക്ഷിച്ച സംരക്ഷകനായിരുന്നു അബൂ താലിബ്. നമുക്കറിയാം, വിശ്വാസിയായിട്ടില്ലെങ്കിലും. രണ്ടാമത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 ചിറകുകളും അരികപ്പെട്ടതുപോലെയായി, 2 ചിറകും ഒടിഞ്ഞതുപോലെയായി. സ്വാഭാവികമായി സംരക്ഷിക്കാൻ ആളില്ലാത്ത സന്ദർഭത്തിൽ ദഅവത്ത് രംഗത്ത് ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിച്ചു. അതേ വർഷമാണ് ഒരു സഹായം അന്വേഷിച്ച് അദ്ദേഹം ത്വായിഫിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളത്.
തായിഫിൽ പോയിട്ട് എന്താ ഉണ്ടായതെന്ന് ഈ സദസ്സിനോട് ഞാൻ പറയേണ്ടതില്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില കുടുംബക്കാരുണ്ടായിരുന്നു. അവരിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് അറിയാനാ പോയത്. സഹായം കിട്ടിയില്ല എന്ന് മാത്രമല്ല, അങ്ങാടി കുട്ടികളെ സംഘടിപ്പിച്ച് കല്ലെറിഞ്ഞോടിച്ചു. പുറത്തിങ്ങനെ ഏറുകൊണ്ട് രക്തങ്ങനെ ഒലിച്ചു. ചെരുപ്പും കാലും തമ്മിൽ ഒട്ടിപ്പോയി. ഒരു മുന്തിരിത്തോട്ടത്തിൽ കയറിയിരുന്ന് ദീർഘനിശ്വാസം വിടുന്ന പ്രവാചകനെ കാണുന്നത് ആ തോട്ടം തൊഴിലാളിയായ അദ്ദാസ് എന്ന ചെറുപ്പക്കാരനാണ്. നായന എറിയണമാതിരി ഒരു മനുഷ്യനെങ്ങനെ എറിയണല്ലോ. ഒരു മനുഷ്യനുള്ള കാരുണ്യം കൊണ്ട് അദ്ദാസ് ഓടി വന്ന് അദ്ദേഹത്തിന് ഒരു മുന്തിരിക്കൊല എടുത്തു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലത് കൈ കൊണ്ട് വാങ്ങി ഇടത് കൈയിൽ വെച്ച് വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ മുന്തിരി തിന്നുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് അദ്ദാസ് കേട്ടു. അദ്ദേഹത്തിന് അത്ഭുതമായി. പരമകാരുണികവും കരുണാനിധിയുമായ ഒരു അല്ലാഹു, അതാരാണ്? നിങ്ങളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ ആരാണെന്നും അല്ലാഹു ആരാണെന്നും അദ്ദാസിന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ അദ്ദാസ് വരുന്നത് യൂനുസ് നബിയുടെ നാട്ടിൽ നിന്നാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റി കേട്ട് പഠിച്ചിട്ടുള്ള ആളാണ് അദ്ദാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ യൂനുസ് നബിയുടെ സന്താന പരമ്പരയിലെ അല്ലെ ആ പ്രവാചകത്തെ കണ്ണിയിലെ അവസാനത്തെ കണ്ണിയാണ് ഞാൻ. അദ്ദാസ് മുസ്ലിം ആവുന്നു. അപ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാം വരുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാം വന്ന് ചോദിച്ചു, പ്രവാചകരെ, ത്വായിഫിലെ ആളുകൾ താങ്കളോട് എങ്ങനെ പെരുമാറിയെന്ന് അള്ളാഹു കണ്ടിരിക്കുന്നു. ത്വായിഫ് എന്ന് പറഞ്ഞാൽ മലകളുടെ നാടാണ്. ഏറ്റവും നല്ല കാലാവസ്ഥയുള്ള സ്ഥലമാണ്. നമ്മുടെ നാട്ടിലെ പോലെ കാലാവസ്ഥയുള്ള സ്ഥലമാണ്. ഈ വലിയ മലകൾ അവരുടെ മുകളിലേക്ക് തള്ളിയിട്ട് ത്വായിഫ് വാസികളെ നശിപ്പിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിന് തയ്യാറായാണ് ഞാൻ വന്നിട്ടുള്ളത്. താങ്കളെ ഉപദ്രവിച്ചത് അള്ളാഹു കണ്ടിരിക്കുന്നു. നോക്കൂ, നിങ്ങൾ അത്രമേൽ ക്രൂരമായി ഉപദ്രവിച്ച ഒരു നാട്ടുകാർക്ക് മാപ്പ് കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹി സ്വലാം വേണ്ട, മാ ബുഇസ്തു ലായിമ, ശപിക്കുന്നവനായിട്ടല്ല എന്നെ അള്ളാഹു നിയോഗിച്ചത്. വലാകിന്നി ബുഇസ്തു ദാഇയൻ റഹിമ, കാരുണ്യത്തോടുകൂടി അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു ക്ഷണിതാവായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവരെ നശിപ്പിക്കരുത്. എന്താ കാരണം എന്നറിയോ? അവരുടെ തലമുറയിൽ നിന്ന് ഒരാളെങ്കിലും ഈ കലിമത്ത് ഷഹാദത്ത് സ്വീകരിക്കുകയാണെങ്കിൽ അതിനവർ അവിടെ നിലനിൽക്കണം. അതുകൊണ്ട് അവരെ നശിപ്പിക്കരുത്. ഈ വിധം പ്രവാചകന്റെ ദഅവത്ത് രംഗം കുടുസായപ്പോ അള്ളാഹു ഒന്ന് തന്നിലേക്ക് ഉയർത്തി പ്രവാചകന് ആത്മധൈര്യം പകർന്നു കൊടുത്ത അത്ഭുതകരമായ സംഭവമാണ് ഇസ്രാ മിഅ്റാജ്. ബൈത്തുൽ മുഖദ്ദസ് എത്തി, ഈ നമസ്കാരം കഴിഞ്ഞു. അതിനുശേഷം ഒരു ഗോവണി പോലെ, കോണിപ്പടി പോലുള്ള വാഹനത്തുമേൽ ആകാശാരോഹണം നടത്തി. അത് സൂറത്തു നജ്മിലാണ് അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. ഇസ്രാ പറഞ്ഞത് സൂറത്ത് ഇസ്രായിൽ തന്നെ. അതിന്റെ ഒന്നാമത്തെ ആയത്താണ് ഓതി കേൾപ്പിച്ചത്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. അതാണ് ഇസ്രാ, സൂറത്ത് ഇസ്രാന്റെ ഒന്നാമത്തെ ആയത്ത്. മിഅ്റാജ് എവിടെ പറഞ്ഞത്? സൂറത്തു നജ്മിൽ, വന്നജ്മി ഇദാ ഹവാ മാ ضل സാഹിബുക്കും വമാ ഗവാ എന്ന സൂറത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് മിഅ്റാജ് അഥവാ കയറി പോവുക എന്നാണ് ഇതിന്റെ അർത്ഥം. ജിബ്രീൽ അലൈഹി വസല്ലമിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശാരോഹണം നടത്തി. ഒരുപാട് അനുഭവങ്ങളും കാഴ്ചകളും രംഗങ്ങളും രഹസ്യങ്ങളും സ്വർഗവും നരകവും ഒക്കെ ഈ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കപ്പെട്ടു. ഒന്നാം ആകാശത്തെത്തിയപ്പം ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു. രണ്ടാം ആകാശത്തെത്തിയപ്പം യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങൾ വെട്ടിക്കൊന്നതാ. ഒരനുയായിയെ പോലും കിട്ടാത്ത പ്രവാചകനാണ് യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തെ ജനങ്ങൾ കൊന്നുകളഞ്ഞതാണ്, രക്തസാക്ഷിയാണ്. രണ്ടാം ആകാശത്ത് വെച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് ഈ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയായിരുന്നു. മൂന്നാം ആകാശത്ത് വെച്ച് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. നാലാം ആകാശത്ത് വെച്ച് ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാം, എന്ന് പറഞ്ഞാൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇടയിൽ വന്നിട്ടുള്ള പ്രവാചകനാണ് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതേപോലെ തന്നെ ആ അഞ്ചാം ആകാശത്ത് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും. ഏഴാം ആകാശത്ത് ബൈത്തുൽ മഅമൂർ എന്നൊരു സ്ഥലമുണ്ട്. ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ മലക്കരുടെ ഖിബില. കഅബ മനുഷ്യന്റെ ഖിബില, ബൈത്തുൽ മഅമൂർ മലക്കരുടെ ഖിബില. എവിടെയാണോ നമ്മുടെ ഖിബില അതിന്റെ നേരെ മുകളിൽ ഏഴാം ആകാശത്ത് ബൈത്തുൽ മഅമൂർ. അവിടെ ചാരിയിരിക്കുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ ഭാര്യ സാറാ റളിയല്ലാഹു അൻഹ ഉണ്ട്. അദ്ദേഹത്തിന് ചുറ്റും ലക്ഷക്കണക്കിന് കൊച്ചുകുട്ടികൾ ഓടിക്കളിക്കുന്നു. ആരാണത്? പ്രായപൂർത്തിയാവുന്നതിനും മരിച്ചുപോയവർ. അത് ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, ഏരിയാവട്ടെ,
കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുട്ടികളും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് ഇസ്ലാമായി കൊണ്ടാണ്, ശുദ്ധ പ്രകൃതിയിലാണ്. പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് മരിച്ചുപോയ കുട്ടികളുടെ കഫാലത്ത് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് സാറാ റളിയല്ലാഹു അൻഹയാണ്. കാരണം അവർക്ക് ആദ്യകാലത്ത് മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ലോകത്തൊരു ഭാര്യയും ചെയ്യാത്ത ത്യാഗം ചെയ്ത ഭാര്യയുടെ പേരാണ് സാറാ ബീവി. എന്താ ചെയ്തെന്നറിയോ? വേറെ വിവാഹം കഴിക്കാൻ ഭർത്താവിന് അവകാശം കൊടുത്തു. അവർക്ക് സമ്മാനമായി കിട്ടിയ ഹാജറയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് ആദ്യത്തെ ഭാര്യ. ലോകത്തൊരു ഭാര്യ ചെയ്യൂല. അതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? ലോകത്ത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മരിച്ചുപോയ മുഴുവൻ കുട്ടികളുടെയും കഫാലത്ത്, സ്വർഗപ്രവേശനം വരെ അവരുടെ സംരക്ഷണം സാറാ ബീവി. അത് ബൈത്തുൽ മാമൂന് ചുറ്റും ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. ഈ രംഗമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ഒറ്റക്ക് പോവണം, എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് വരാൻ പറ്റൂല. അപ്പൊ മലക്കളാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കലേക്ക് വരുന്നതിന് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അള്ളാഹുവിന് ഏറ്റവും അടുത്തുള്ള മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അള്ളാഹു ഒരു കാര്യം ഈ ദുനിയാവിൽ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു ഒരു ശബ്ദം ഉണ്ടാക്കുന്ന, ആ ശബ്ദം ആദ്യം കേൾക്കല് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അദ്ദേഹം തല ഉയർത്തി നോക്കും. അപ്പൊ അള്ളാഹു ജിബ്രീലിനോട് പറയും, ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോകുന്നു. ആദ്യമായിട്ട് അള്ളാഹ് പങ്കുവെക്കുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോടാണ്. അദ്ദേഹത്തിനും പോകുന്നതിന് പരിധിയുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ഒറ്റക്ക് പോകണം. അങ്ങനെ ഒറ്റക്ക് പോകുന്നു, അള്ളാഹുവുമായിട്ട് അടുക്കുന്നു. വകാന ഖാബ ഖൗസൈനി ഔ അദ്ന. അമ്പും വില്ലും അടുക്കുന്നതിനേക്കാൾ അള്ളാഹുവിനോട് അള്ളാഹ് റസൂൽ അടുക്കുന്നു, പലതും സംസാരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല 3 സംഗതി അള്ളാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായി കൊടുക്കുന്നു. ഒന്ന്, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത്, ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ 2 ആയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറക്കി കൊടുത്തതല്ല, മറിച്ച് മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹു സമ്മാനമായി കൊടുത്തതാണ്. സഹോദരന്മാരെ, അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എന്താണെന്നറിയോ? രാത്രി ഒരാളത് കിടക്കുമ്പോൾ, രാത്രി കിടക്കുന്ന സമയത്ത് ഒരാൾ ആമന റസൂൽ ഓതിയാൽ, സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ രാത്രി മുഴുവൻ നമസ്കരിച്ച കൂലിയാണ്. അത്രയും വലിയ സമ്മാനാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുത്ത സമ്മാനം. അതുകൊണ്ട് സ്വഹാബികൾ എന്ത് ചെയ്തെന്നറിയോ? ഇത് രാത്രി മറന്നു പോവാതിരിക്കാൻ എന്തായാലും എല്ലാ ദിവസവും ഇത് ഓതണം. അത് മറന്നു പോകാൻ പാടില്ല. അതിന് സ്വഹാബികൾ സ്വീകരിച്ച ഒരു നിലപാട് എന്താന്ന് ചോദിച്ചാല്, അവർ ഇശാ നമസ്കാരത്തിന്റെ സുന്നത്തില് ഈ 2 സൂറത്ത് ഓതും. ആദ്യത്തെ റക്അത്തില് ആമന റസൂൽ ഓതും, 2ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. അത് സുന്നത്തായിട്ടല്ല, ഇത് രാത്രി ഓതാൻ മറന്നു പോവാതിരിക്കാൻ അത്രയേറെ ശ്രദ്ധിച്ചു. കാരണം രാത്രി മുഴുവൻ നമസ്കരിച്ച കൂലി കിട്ടും. മറ്റൊരുപാട് പ്രതിഫലമുണ്ട്. അത് അള്ളാഹു മിഅ്റാജിന്റെ രാത്രിയിൽ പ്രവാചകന് കൊടുത്ത സമ്മാനമാണ്. 2ാമത്തത്, ശിർക്ക് ചെയ്യാതെ നിന്റെ ഉമ്മത്തിൽ മരിച്ചു പോയാൽ അവർക്ക് സ്വർഗം ഉറപ്പ്. ഈ ഉറപ്പ് അവിടെ വെച്ചു കൊടുത്തതാ. മൻ മാത മിൻ ഉമ്മത്തിഹി മൻ ലാ യുശ്രികു ബില്ലാഹ് ദഖലൽ ജന്ന. ശിർക്ക് ചെയ്യാതെ ഒരു മനുഷ്യൻ ഈ ഉമ്മത്തിൽ മരിച്ചു പോയാൽ അവന് സ്വർഗം നിർബന്ധാക്കി. അത് അള്ളാഹ് കൊടുത്ത സമ്മാന. 3ാമത്തത് 50 വക്ത് നമസ്കാരമായിരുന്നു. ഈ നമസ്കാരത്തിന് പ്രത്യേകത എന്താണെന്നറിയോ? ഓരോ ആകാശത്തും മലക്കുകള് നമസ്കാരത്തിന്റെ ഓരോ രൂപത്തിലേ. ഉദാഹരണം, 1ാം ആകാശത്ത് മലക്കുകൾ നിൽക്കുകയാണ്, ഓല് കാലാകാലം നിൽക്കന്നെ. 2ാം ആകാശത്ത് റുക്കൂഴിലാണ് മലക്കുകൾ, ഓല് കാലാകാലം റുക്കൂഴിൽ തന്നെ. 3ാം ആകാശത്ത് സുജൂദിലാ മലക്കുകൾ, അവർ കാലാകാലം സുജൂദ് തന്നെ. ഈ മലക്കുകളുടെ വ്യത്യസ്ത ഭാവങ്ങളുടെ സാകല്യമാണ് അള്ളാഹു നമുക്ക് നൽകിയ നമസ്കാരം. അതിൽ നൃത്തമുണ്ട്, റുക്കൂഉണ്ട്, സുജൂദുണ്ട്. 1. 2, നമസ്കാരം അവിടെ ചെന്ന് വാങ്ങിയതാ. അതുകൊണ്ട് നമസ്കരിക്കുമ്പോൾ നമ്മൾ മാനസികമായി അള്ളാഹുവിലേക്ക് യാത്ര പോകണം. അതാ നമസ്കാരം. അതുകൊണ്ടാണ് നമസ്കാരത്തിന് സ്വലാത്ത് എന്ന പേരിട്ടത്. സ്വലാത്തിന്റെ അർത്ഥം എന്താ? സ്വലാത്തിന് സത്യത്തിൽ നമസ്കാരം എന്നല്ലല്ലോ അർത്ഥം. നമ്മൾ റസൂൽ സ്വലാത്ത് ഇല്ല റസൂൽ നമസ്കരിക്കാന്ന അല്ലല്ലോ. സ്വലാത്ത് എന്ന പദം ഉണ്ടാകാൻ കാരണം എന്താ? സ്വിലത്ത് എന്ന പദത്തിൽ നിന്നാണ്. സ്വിലത്ത് എന്ന് പറഞ്ഞാൽ ചേർക്കുകയാണ്, ചേരുക. ആരുമായിട്ട്? അള്ളാഹുമായിട്ട്. എങ്ങനെ? മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരുന്നതിന്റെ പേരാ സ്വലാത്ത്, നമസ്കാരം.
ലയിച്ചു ചേരുന്നില്ലെങ്കിലോ അവനക്ക് നിസ്കാരം ഉണ്ടാവില്ല. നമ്മളെ ശരീരം ലയിക്കൂല, മനസ്സിൽ ലയിക്കൂല. കയ്യാട് കെട്ടി നിസ്കരിക്കുകയാണെന്ന് മാത്രം ഓർമ്മല്ലാത്തുള്ളൂ, വേറെ ദുനിയാവിൽ എല്ലാ കാര്യം ഓർമ്മ വരും, നിസ്കാരാവൂല സഹോദരന്മാരെ. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു ഫവൈലുൻ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അതുകൊണ്ട് നമസ്കാരം എന്നത് അള്ളാഹുവിലേക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ലയിച്ചു ചേരേണ്ടതും അവിടെ പോയി വാങ്ങിക്കൊണ്ടുവന്നതാ, ഇങ്ങോട്ട് കൊണ്ടുകൊടുത്തതല്ല. നോമ്പ് ഇങ്ങോട്ട് കൊണ്ടുകൊടുത്തതാ, സക്കാത്ത് ഇങ്ങോട്ട് കൊണ്ടുകൊടുത്തതാ, ഹജ്ജ് ഇങ്ങോട്ട് കൊണ്ടുകൊടുത്തതാ. നമസ്കാരം അവിടെ പോയി വാങ്ങിക്കൊണ്ടുവന്നതാ. ആ ഒരു പ്രാധാന്യം നമസ്കാരത്തിന് മറ്റു ഇബാദത്തുകളിലുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങോട്ട് പറഞ്ഞതാ, പ്രവാചകരെ ഇത് നിന്റെ ഉമ്മത്തിന് താങ്ങാൻ കഴിയൂല. മൂസാ നബിയോട് അള്ളാഹു റസൂൽ അങ്ങോട്ട് സഹായം തേടിയതല്ല. ഒന്ന്. രണ്ടാളും ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ജീവിച്ചിരിക്കുന്ന മറ്റൊരാളോട് അയാളെ കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കുന്നതോ വാങ്ങുന്നതോ പ്രാർത്ഥനയോ ആരാധനയോ ആവൂല. അതുകൊണ്ട് തന്നെ ഇത് മരിച്ചുപോയ ആളുകളോട് പ്രാർത്ഥിക്കാനുള്ള തെളിവല്ല. അങ്ങനെ മാത്രമല്ല, അങ്ങനെ തിരിച്ചു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സംഗതി ജനങ്ങളോട് പറഞ്ഞപ്പോൾ എന്തുണ്ടായിന്നറിയോ? ഒരുപാട് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ ഇസ്ലാമിന് ഓർത്തുപോയി. ഇതാരാ വിശ്വസിക്കോ? ഇന്ന് ചോദിക്കാൻ പറ്റും നമുക്ക്? നമ്മൾ പഠിച്ച അറിവും കഴിവും വെച്ച് ഒരു രാത്രി കൊണ്ട് 7-ാം ആകാശത്തിന്റെ മുകളിൽ പോയി അള്ളാഹുവിനോട് സംസാരിച്ചു ഒരാൾ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ഈമാൻ കൊണ്ട് വിശ്വസിക്കാമെന്നല്ലാതെ ഭൗതികമായ അളവ് പോലെ വെച്ച് ഇന്ന് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വഹാബികൾ, ഇസ്ലാമിൽ വന്ന ആളുകൾ പുറത്തേക്ക് പോയി. അപ്പൊ നമ്മളെ ചോദ്യം, എന്തിനാ പിന്നെ അള്ളാഹ് ഉണ്ടാക്കിയെന്ന? അതിനെന്നെ ഉണ്ടാക്കിയത് ഇതിന് ഇല്ലാലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈ. അള്ളാഹ് പറഞ്ഞത്, പ്രവാചകൻ പറഞ്ഞത് കലവറ കൂടാതെ അംഗീകരിക്കുന്നത് ആര്, ചോദ്യം ചെയ്യുന്നത് ആര് എന്ന് തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു ഇസ്രാ ഉണ്ടാക്കിയത്, അള്ളാഹു ഖിബ്ല മാറ്റം ഉണ്ടാക്കിയത്, അള്ളാഹു ഹറാമു ഹലാൽ ഉണ്ടാക്കിയത്. വിധി വിലക്കുകളൊക്കെ അതിനാ. എന്തിന്? ആര് അള്ളാഹുവിനെ അനുസരിക്കണില്ല എന്ന് നോക്കാൻ. ഇന്നലെ ഒരു ക്ലാസ് എടുത്തപ്പോ ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് 3 വിഭാഗം ആളുകളെ തിരിഞ്ഞു നോക്കൂല, സംസാരിക്കൂല, ശുദ്ധീകരിക്കൂല. പരലോകത്ത് അള്ളാഹ് തിരിഞ്ഞു നോക്കൂല, സംസാരിക്കൂല, ശുദ്ധീകരിക്കൂല. അപ്പൊ ഇത് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ വിചാരണ നടത്തിയിട്ട് ഓന്റെ കാര്യം തീരുമാനാവൂല, ഓനെ മഷലവിടത്തേക്കും ഓനെ തിരിഞ്ഞു നോക്കൂല. 3 വിഭാഗം ആളുകൾ. ഒന്നാമത്തെ എന്താ അറിയോ? തുണി അല്ലെങ്കിൽ ഫാന്റ് നെരിയാണ്ട് കീപ്പട്ടാക്കി വന്ന നിങ്ങൾ പള്ളി ഇപ്പൊ ഇഖാമത്ത് കൊടുക്കുക, നിങ്ങൾ നോക്കേണ്ടി. ഇപ്പൊ ഇഖാമത്ത് വന്ന് ബേക്ക് നോക്കേണ്ടി, ഏറെ തുണി എവിടെ ഉണ്ടാകുക, ഫാന്റ് എവിടെ ഉണ്ടാകുക. അപ്പൊ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ഒരാൾ ചോദിച്ചു, അല്ലാഹ് റസൂൽ മൗലവി എനിക്കൊരു സംശയം, നിന്റെ തുണിപ്പ ലേശം നെരിയാണ്ട കീപ്പട്ടായി വെച്ചാൽ ആർക്കും ഒരു ദോഷവും ഇല്ലല്ലോ. ഇല്ല, പിന്നെന്താ അള്ളാഹ്ക്ക് ഇത്ര ഗൗരവം? ഒരു സംശയം ചോദിച്ചതാ. എന്താ കാരണം? എന്തിനാണ് ഉണ്ടാക്കിയത്? അള്ളാഹു പറയുന്ന സംഗതി ആരനുസരിക്കുന്നു ആരനുസരിക്കണില്ല അത് തീരാനാ. എന്തിനാ മഗ്‌രിബ് 3 നിസ്കാരാക്കിയത്, 3 റക്അത്താക്കിയത്? എന്തിനാ? എന്തേ സുബഹി ഇപ്പൊ മനുഷ്യർത്തൊക്കെ ഉറക്കൊക്കെ ഒഴുകി എണീച്ച് പോയി ഒരു 5 റക്അത്ത് വേണ്ടേ? ഇവിടെ ജുമഅ എത്രയാ? 2. ഇത്രേ ആളുകൾ വന്ന് എഴുന്നൊക്കെ വന്ന മനുഷ്യന്മാരാ, ഏതായാലും വന്നില്ലേ 5 റക്അത്താക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെന്തേ 2 ആക്കിയത്? അള്ളാഹ് തീരുമാനിച്ചു. ആ തീരുമാനം എന്തിനാ? ആര് അനുസരിക്കുന്നു ആരനുസരിക്കണില്ല. അതിനാണ് ഇസ്ലാമിൽ ഓരോ നിയമങ്ങളും. അതേപോലെ ഖിബ്ല മാറ്റം ഉണ്ടാക്കിയത് അതിനാണ്, ഇസ്രാ മിഅ്റാജ് ഉണ്ടാക്കിയത് അതിനാണ്. അള്ളാഹ് റസൂൽ പറഞ്ഞോ സ്വീകരിക്കുക, തെളിവുണ്ടായില്ലേ? ജനങ്ങൾ നേരെ പോയത് അബൂബക്കർ സിദ്ദീഖിന്റെ അടുക്കലേക്ക്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അന്ന് സർവാംഗീകൃതനായ ഒരു മുസ്ലിം. അദ്ദേഹം ഇസ്ലാമെന്ന് പോന്നാൽ ഇസ്ലാം തകരും. അതുകൊണ്ട് ഇസ്രാ മിഅ്റാജിന്റെ വിഷയം അദ്ദേഹം അറിഞ്ഞില്ല. അദ്ദേഹം ഒരു യാത്ര പോയതാ. തിരിച്ചു വരുന്ന വഴിയിൽ മക്കയിലെ മുശ്രിക്കുകൾ കാത്തു നിൽക്കുകയാണ്. കാത്തു നിന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ പോയതിന് ശേഷം നിന്റെ നേതാവിന് ഒരു വെളിവുമില്ല, എന്താപ്പം നിലക്കെ പറഞ്ഞ വർത്താനം കേൾക്കണം. എന്തേ? അന്റെ നേതാവ് പറഞ്ഞത് ഒറ്റ രാത്രി കൊണ്ടുവന്ന് ബൈത്തുൽ മുഖദ്ദിസ് പോയി 1.25 ലക്ഷം അംബിയാ മുസ്ലിക്ക് ഇമാമായി നമസ്കരിച്ചു. അതും കഴിഞ്ഞ് 7-ാം ആകാശത്ത് പോയി അള്ളയായിട്ട് സംസാരിച്ചു. അത് കണ്ടു, ഇത് കണ്ടു, അത് 3 സമ്മാനം കിട്ടി. സുബിയാൻ കൊടുക്കുന്ന മുമ്പ് വീട്ടിൽ തിരിച്ചെത്തി. എന്താ പിന്നെ കഥ? നീ ഇത് അംഗീകരിക്കുന്നുണ്ടോ? ഇതാ ചോദ്യം. എന്താ അദ്ദേഹം പറഞ്ഞ മറുപടി? അള്ളാന്റെ റസൂൽ നിങ്ങളോട് നേരിട്ട് പറഞ്ഞോ, അല്ല നിങ്ങളോട് കേട്ട് പറയാണോ? അല്ല, ഞങ്ങളോട് നേരിട്ട് പറഞ്ഞു. എങ്കിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വിശ്വസിച്ചോ? എങ്ങനെ ഇപ്പൊ ഞാൻ വേറൊക്കെ വിശ്വസിച്ചത്?
7-ാം ആകാശത്തിന്റെ മുകളിൽ നിന്ന് ഈ മനുഷ്യന് വഴി വരുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ. പിന്നെ ആ വഴി വരുന്നിടത്ത് കയറിപ്പോയി ഞാൻ ഇതിനെ അംഗീകരിക്കാണ്ട് നിൽക്കണം? പ്രവാചകൻ പറഞ്ഞോ, അന്ന് മുതലാണല്ലോ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ അബൂബക്കർ സിദ്ദീഖായത്. ഇതിനെന്നെ ഉണ്ടാക്കിയത്. അപ്പൊ അത് ചോദ്യം ചെയ്യാതെ ആര് അള്ളാനെ സ്വീകരിക്കുന്നു, ആര് തള്ളുന്നു എന്നറിയാൻ. ഇനി 2 ചരിത്രവും ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട 2 കാര്യം. അദ്ദേഹം മക്കയിൽ വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് വിശദീകരിച്ചു. ആ വിശദീകരിക്കുന്നതിന്റെ ഇടയിൽ പ്രവാചകൻ ചോദിച്ചു, ഐന ബിലാൽ, എവിടെ ബിലാൽ? ബിലാൽ എവിടെ? ബിലാൽ അല്ലാഹു അന്നും ഇന്നും എന്നും അവഗണനയുടെ പ്രതീകമാണ്. നീഗ്രോ അടിമയാണ്. എവിടെ ജനിച്ചതെന്നറിയില്ല, ഏതാ കുടുംബം എന്നറിയില്ല, ചോദിക്കാനും പറയാനും ആളില്ല. അത്തരം ഒരടിമയെ പ്രവാചകൻ വിളിക്കൂ, ഐന ബിലാൽ. ബിലാൽ അല്ലാഹു പറഞ്ഞു, പ്രവാചകൻ ഞാൻ അവിടെ ഉണ്ട്, ഇവിടെ വാ. നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ ബിലാൽ, ഞാൻ നിങ്ങളെ തോൽപ്പിക്കേ? ഏത് വിഷയത്തിൽ? ഞാൻ സ്വർഗത്തിലേക്ക് വലതുകാൽ വെച്ച് കയറിയപ്പോ എന്റെ മുമ്പിൽ നിന്റെ കാലൊച്ച ഞാൻ കേട്ടല്ലോ ബിലാൽ. നോക്കിങ്ങൾ, ഏതൊക്കെ പ്രമുഖരായ സഹാബികളുണ്ട് അവിടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അശറത്തുൽ മുബശ്ശറുണ്ട്. 10 സഹാബികൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷം അറിയിച്ച 10 ആളുണ്ട് അവിടെ. പക്ഷെ അവർ ആരോടും പ്രവാചകൻ പറയാത്ത വാക്ക് ബിലാൽ അല്ലാഹുവിനോട്, ബിലാൽ എന്റെ മുമ്പിൽ താങ്കളുടെ കാലച്ച് ഞാൻ കേട്ടല്ലോ ബിലാൽ, നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. ബിലാൽ അല്ലാഹുവിന് ഇങ്ങനെ അന്തം വിട്ടു. എന്താ പ്രവാചകങ്ങൾ പറഞ്ഞത്? നീ ഇത്രമേൽ അള്ളാഹുലേക്ക് അടുക്കാൻ നീ ചെയ്യുന്ന സൽക്കർമ്മം എന്താണ്? ആ ചോദ്യം തിരിച്ചങ്ങട്ടല്ല ചോദിക്കേണ്ടത്. ബിലാൽ അല്ലാഹുവിന് പറഞ്ഞു, പ്രവാചകരെ നിങ്ങൾ പഠിപ്പിച്ചു തന്നല്ല എനിക്ക് വല്ലതും അറിയോ? എനിക്ക് വഴിയേറ്റം വരുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ നിങ്ങൾ എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ അറിയോ? അത് ഞാൻ കൃത്യമായി പാലിക്കലുണ്ട്. എന്താ? ഞാൻ എപ്പോഴുണ്ടാക്കിയാലും 2 റക്അത്ത് നിസ്കരിക്കുന്നത്. നോക്കിങ്ങൾ, 2 റക്അത്ത് നിസ്കരിച്ചതിന്റെ വില എന്താണ്? ഞാൻ എപ്പോ ഉളു എടുത്താലും 2 റക്അത്ത് നിസ്കരിക്കും. അതിന്റെ പേരെന്താ? ഉളുവിന്റെ സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങൽ എങ്ങനെയാ? 2 റക്അത്ത് ലഘുവായി നമസ്കരിക്കും. ഏതാ? ഉളുവിന്റെ സുന്നത്താ. പിന്നെയാണ് തഹജ്ജുദ് നിസ്കരിക്കുക. അത് മനസ്സൊന്ന് നിസ്കാരത്തേക്ക് വരാനും കൂടിയാണ്. അത് റസൂൽ പഠിപ്പിച്ചു കൊടുത്ത ഈ സഹാബിക്ക്. ബിലാൽ അല്ലാഹുവിന് എപ്പോഴും ഉളുവോട് കൂടി നടക്കും. ഉളു ഇല്ലാതെ അദ്ദേഹം നടക്കാറില്ല. എപ്പൊന്നുണ്ടാക്കിയാലും 2 റക്അത്ത് നിസ്കരിക്കും. റസൂൽ പറഞ്ഞു, അത് തന്നെയാണ് നീ സ്വർഗത്തിൽ ഇത്ര എന്റെ മുമ്പിൽ നിന്റെ കാലൊച്ച കേൾക്കാൻ കാരണം. അത് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു സംഗതിയാണ്. നരകത്തിന്റെ അടുത്ത് പോയി സഹോദരന്മാരെ, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തെ കാക്കുന്ന മലക്കിന്റെ പേര് മാലിക് റളിയല്ലാഹു അൻഹു എന്നാണ്. ഒരുപാട് പ്രവാചകന്മാരെ കണ്ടു, ഒരുപാട് മലക്കളെ കണ്ടു. എല്ലാവരും അന്ത്യപ്രവാചനം ആറോട് ചേർത്ത് പിടിച്ചു, കൈ പിടിച്ചു കുലുക്കി, സലാം പറഞ്ഞു, കെട്ടിപ്പിടിച്ചു. മാലിക് റളിയല്ലാഹു അൻഹു ഇരിക്കിനോട്ട് നനങ്ങിയില്ല, മുഖത്ത് നോക്കി പുഞ്ചിരിച്ചില്ല. സലാം പറഞ്ഞപ്പോ മടക്ക മാത്രം ചെയ്തു, ഭയങ്കര ഗൗരവത്തിൽ. അതൊരു പുതിയ അനുഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ജിബ്രീൽ അലൈഹി സ്വലാമിനോട്, അല്ല ഈ മാലിക് എന്താ നമ്മളെ കണ്ടൊരു മൈൻഡില്ലല്ലോ, അദ്ദേഹം ചിരിക്കണില്ലല്ലോ, എന്താ വിഷയം? നല്ലോണം കേട്ടോളിട്ടോ. മലക്കൾക്ക് നരകമില്ല സ്വർഗമില്ല, മലക്കൾക്ക് നരകമില്ല സ്വർഗമില്ല. എന്നിട്ടും ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, പ്രവാചകരെ താങ്കളോടുള്ള വെറുപ്പ് കൊണ്ടല്ല, താങ്കളോട് സംസാരിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ചിരിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പിന്നെ നരകം കണ്ട അന്ന് മുതൽ മാലിക് റളിയല്ലാഹു അൻഹു പിന്നെ ചിരിച്ചിട്ടില്ല. നരകത്തെ കാക്കണ മലക്ക. നരകത്തിലെ അദാബ് കണ്ടിട്ട് നരകം ഇല്ലാത്ത മലക്കിന് ഇത്ര പേടിയുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ നരകത്തെ എത്രമാത്രം ഭയപ്പെടണം. അതും ഇസ്രാ മിഅ്റാജ് യാത്ര നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കി അല്ലാഹുവിലേക്ക് അടുക്കുവാൻ പരിശ്രമിക്കുക എന്നതല്ലാതെ ഈ മാസത്തിൽ വേറെ റസൂൽ പഠിപ്പിക്കാത്ത ബിദ്അത്തുകൾ ചെയ്യാതെ സുന്നത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി അൽ ഫായിസീന ബിരിദല്ലാഹ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ നിയമാവലികൾ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹുവേ, എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ. മലപ്പുറം ജില്ലയിൽ പരലോക സ്മരണ ഉണ്ടാക്കാൻ
ആഖിറത്തിനെ പറ്റി ചിന്ത ഉണ്ടാക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ കുറയാൻ, മരണചിന്ത ഉണ്ടാക്കാൻ നിശ്ചയിക്കപ്പെട്ട ഒന്നാണ് ഖബർ സിയാറത്ത്. ആ സിയാറത്ത് വളർന്ന് വളർന്ന് നേർച്ചയായി. നേർച്ചക്കടയിൽ ആന വന്നു. എന്താ സംഭവിച്ചതെന്ന് സോഷ്യൽ മീഡിയ പരിശോധിക്കുന്ന നിങ്ങളോട് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. മുസ്ലിം ഉമ്മത്തിന്റെ മുഖം കെടുത്തുമാറും ഒരു ഇബാദത്തിലൂടെ വളർന്നു വന്ന വൈകൃതം. 17 പരിക്ക്, ഒരുത്തനെ പിടിച്ച് കറക്കി എറിഞ്ഞു. പടച്ചോന്റെ തൗഫീഖ് കൊണ്ട് ജീവൻ പോയില്ല. ഇസ്ലാമിലെ ഖബർ സിയാറത്താണ് അത്രേ. നോക്കൂ നിങ്ങൾ, ഒരു പെണ്ണ് പള്ളിയിൽ വന്നാൽ ഈ യാഥാസ്ഥിക കൗണ്ടർമാരും ഉണ്ടാണ്ടിക്കോ? ഇല്ല. എന്താ കാര്യം? ഇത് വരുമാനമുള്ള സംഗതിയാണ്. തിരൂരടുത്ത് ഒരു സ്ഥലത്ത് അത് നിർത്തി. എത്രയോ നമ്മളല്ലാത്ത ഈ പ്രസ്ഥാനത്തിന്റെ ആളുകളല്ലാത്ത ആളുകൾ, ഞങ്ങളുടെ നാട്ടിലൊക്കെ വലിയ ചർച്ചയാണ് ഇപ്പത്. വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു പണ്ഡിതൻ പ്രസംഗിച്ച പ്രസംഗം ആരോ സോഷ്യൽ മീഡിയ ഇട്ടു. ആനക്കെന്താ കുഴപ്പമെന്ന്. ഖബറിന്റെ അടുത്ത് ആന വരുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി എന്താ ആന വന്നാലും എന്തേപ്പം ഉണ്ടായത്? അതുകൊണ്ട് സഹോദരന്മാരെ, ഖബർ സിയാറത്ത് എന്തിനാണെന്നറിയോ? മരിച്ചോൽക്ക് ഒരു ഗുണം കിട്ടാനല്ല. മരിച്ചോൽക്ക് ഗുണം കിട്ടാൻ വീട്ടിൽ നിന്ന് വർത്തിച്ചാലും മതി. അവിടെ പോണതിന്റെ ഗുണം എനിക്കാ. ഞാൻ പോയാൽ എന്താ, എനിക്ക് മരണചിന്ത ഉണ്ടാവും, പരലോക ചിന്ത ഉണ്ടാവും, എന്റെ ആഗ്രഹം കുറയും, ദുനിയാവിനുള്ള കെട്ടുപാട് കുറയും. ഖബർ സിയാറത്ത് ചെയ്യുന്നത് സിയാറത്ത് ചെയ്യുന്നവനെ ഗുണം കിട്ടാനാ. എന്താ ഗുണം? മരിച്ച ആളെന്തോ തന്നാ വാങ്ങുകയല്ല, പിന്നെ എനിക്ക് മരണചിന്ത ഉണ്ടാവും, എനിക്ക് പരലോക ചിന്ത ഉണ്ടാവും, എന്റെ ദുനിയാവിനുള്ള കെട്ടുപാട് കുറയും. അത് ആ ഖബർ സിയാറത്ത് ജീവിതത്തിന്റെ ഭാഗമാക്കുക, അല്ലാത്ത കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുക. 3 കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി രക്ഷിതാക്കൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. 2 കുട്ടികൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. 3 ആളും അങ്ങനെ തന്നെ. ഒരു കുട്ടിക്ക് ശരീരം മുഴുവൻ വേദന, 10 ദിവസമായി. ഇരിക്കൂല്ല, കിടക്കൂല്ല, ഉറങ്ങൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി, 10 വയസ്സായ ഒരു കുട്ടി കിടക്കണമില്ല, ഇരിക്കണമില്ല, നിൽക്കണമില്ല. ആ മാതാപിതാക്കൾ അവസ്ഥ എന്താ? രോഗം എന്താന്ന് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർമാർക്ക് പിടുത്തം കിട്ടി. ഒരു മരുന്ന് തരെ കൊടുത്തില്ല. കൊടുക്കാൻ രോഗം എന്താന്ന് മനസ്സിലാവണ്ടേ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ കുട്ടി മൂത്രം പോകാത്തൊരു കുട്ടി, മൂത്രം പോയാൽ സുഖമാവുമെന്ന് ഡോക്ടർ പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് മാരക രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 3 കുട്ടികളുടെയും രോഗം ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മാറാവ്യാധി, മാരക രോഗത്തിൽ നിന്ന്, താങ്ങാനാവാത്ത പരീക്ഷണത്തിൽ നിന്ന് അല്ലാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ വിട്ടുപുറത്ത് മാഫാക്കി തരണേ തമ്പുരാനെ. ഈ പള്ളിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ഖുർആനും സുന്നത്തും പഠിക്കുവാനും പകർത്തുവാനും യഥാർത്ഥ മുത്തഖീങ്ങളായി നിന്നെ കണ്ടുമുട്ടുവാനും ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ചെയ്യുന്ന അമലുകളെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. എല്ലാ ദോഷങ്ങളും തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാഫാക്കി തരണേ തമ്പുരാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും നീ ശിഫ നൽകണേ തമ്പുരാനെ. മരിച്ചുപോയ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.